വിശ്വാസത്തെ വഞ്ചിക്കുന്ന വിശ്വാസികളെ വഞ്ചിക്കുക മാത്രമല്ല കൊള്ളയടിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശബരിമലയിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എന്തിനേറെ പറയുന്നു, തൊട്ടടുത്ത ഈ തൃപ്പരങ്കോട് ശിവക്ഷേത്രത്തിൽ വരെ കളവ് നടത്തിയിരിക്കുകയാണ്. കാരണം കളവ് നടത്തുന്നതാണ് ആരാ? കളവ് നടത്തുന്നത് ഈ സർക്കാരിന്റെ നോമിനികളായിട്ട് അവരോധിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഭരിക്കുന്ന ഈ സംസ്ഥാനം, ഈ സ്റ്റേറ്റ് ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ വിദേശ സർവകലാശാലകളിലും അതുപോലെ പ്രൊഫഷണലായിട്ടുള്ള മറ്റ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടി അവരുടെ മക്കളെ പഠിപ്പിക്കുന്നു, വിദേശത്ത് കൊണ്ടുപോയി പഠിപ്പിക്കുന്നു. അതിന് ഇവിടുത്തെ ഈ UDF LDF അവനവൻ്റെ മക്കളെ മറ്റ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മറ്റ് രീതിയിൽ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ശ്രമം നടത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ പൗരന്മാർ ഇവിടെ വളർന്ന് ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. അതിനെ തുരങ്കം വെക്കുന്നതാണ്. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ മേഖലയിൽ പാവപ്പെട്ട കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന സമീപനമാണ്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ തുറന്നു കാണിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, വയോവൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് 5 ലക്ഷത്തിന്റെ ചികിത്സാ സഹായത്തിന്റെ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി. അതിന് ഈ കേരളമല്ലാത്ത മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം തന്നെ അത് നടപ്പിലായി. ഇവിടെ അതിന് ബന്ധപ്പെട്ട ഒരു ആശുപത്രികൾക്കോ അതുപോലെ ഈ സംവിധാനങ്ങളോ ഇവിടെ നടപ്പിൽ വരുത്താൻ ഈ സർക്കാർ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? ഇതെല്ലാം ജനകീയമായ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പരിപാടിയാണ്. ഈ പരിപാടി കേന്ദ്ര സർക്കാരിന്റെ ലേബൽ നടത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങളെ ജനം തിരസ്കരിക്കും എന്നുള്ളൊരു മനോഭാവമാണ് ഈ നടപ്പിൽ വരുത്താത്തതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ കേന്ദ്ര സർക്കാരിന്റെ ജനകീയമായ, ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിൽ വരുത്താതെ ഈ സർക്കാർ നടക്കുകയാണ്. ഈ സർക്കാർ മാറി വന്ന സർക്കാരുകളെല്ലാം തന്നെ അത് തന്നെയാണ് അതിൻ്റെ കാഴ്ചപ്പാട്. മറ്റ് കാർഷിക മേഖലയിലായാലും ഏത് മേഖലയിലായാലും ഈ നിലവിലുള്ള സർക്കാർ മാറി വന്ന സർക്കാരുകൾ അമ്പേ പരാജയമാണ്. കർഷകർക്ക് അവരുടെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് 2023 വർഷം മുതൽക്കുള്ള ധാന്യത്തിന്റെ കുടിശ്ശിക ഇതുവരെ കൊടുത്തു തീർക്കാൻ നിലവിലെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത് അവരുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള താങ്ങുവില വർദ്ധിപ്പിക്കാനോ യഥാസമയം അത് നടപ്പിൽ വരുത്താനോ നിലവിലെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ഞങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയിച്ചുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വളരെയധികം പൂർവാധികം ശക്തിയോടുകൂടി ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും. അതിന് തക്കതായ സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഈ പുറത്തൂരിലും അതുപോലെ തന്നെയാണ് പുറത്തൂരിലെ പഞ്ചായത്തിലും ഞങ്ങളുടെ സാരഥികളായിട്ടുള്ള നോമിനികളെല്ലാം തന്നെ പ്രഗത്ഭരാണ്. അവരെ അഴിമതിയുടെയോ അതുപോലെ സ്വജനപക്ഷപാതത്തിൻ്റെയോ യാതൊരു ലാഞ്ചന പോലും ഇല്ലാത്ത ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഗോതയിൽ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെല്ലാം ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അതുപോലെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ, ഈ നമ്മുടെ കേരളത്തിൽ വിശ്വാസികളെ വഞ്ചിക്കുക മാത്രമല്ല കൊള്ളയടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശബരിമലയിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എന്തിനേറെ പറയുന്നു, തൊട്ടടുത്ത ഈ തൃപ്പരങ്കോട് ശിവക്ഷേത്രത്തിൽ വരെ കളവ് നടത്തിയിരിക്കുകയാണ്. കാരണം കളവ് നടത്തുന്നതാണ് ആരാ? കളവ് നടത്തുന്നത് ഈ സർക്കാരിന്റെ നോമിനികളായിട്ട് അവരോധിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഈ അമ്പലങ്ങളിലും മറ്റേ ഈ ദേവസ്വം ബോർഡുകളിലൊക്കെ ഇവരുടെ സർക്കാരിന്റെ നോമിനികളാണ്, അവരാണ് ഈ കൊള്ള നടത്തുന്നത്. അപ്പോൾ വിശ്വാസങ്ങളെ വഞ്ചിക്കുക മാത്രമല്ല കൊള്ളയടിക്കുക എന്നുള്ള ഒരു സമീപനം കൂടിയാണ് ഈ സർക്കാരിന്റെ ഇടതുപക്ഷത്തിന്റെ. അതിൽ പക്ഷമൊന്നുമില്ല, ഇടതുപക്ഷം വലതുപക്ഷം ഒരേപോലെ അതിന് തുല്യ പങ്കാളികളാണ്. ഇതെല്ലാം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സവിസ്തരം ജനങ്ങളിൽ എത്തിക്കും. അതിന്റെ പ്രതിഫലനമായി ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു വൻ വിജയത്തിലൂടെ ഞങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ എല്ലാ കാര്യത്തിലും ഒരു സേവന തൽപരരായിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മറന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ വിജയത്തിലേക്ക് ഉള്ളത് കൂടാതെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ വികസനം എല്ലാവർക്കും ഒരേപോലെ, അല്ലെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല. ഞങ്ങൾ BJP-യുടെ സാരഥിക്കാണ് ഈ ഭരണം കിട്ടുന്നതെങ്കിൽ മറ്റ് രാഷ്ട്രീയക്കാരെ രണ്ടാം തര പൗരന്മാരായോ അല്ലെങ്കിൽ അവരുടെ പ്രഥമ പരിഗണന ലഭിക്കാതെ ഇരിക്കില്ല. ഞങ്ങളുടെ ലക്ഷ്യം അർഹതയാണ് മാനദണ്ഡം. അർഹതപ്പെട്ട ഒരു ആനുകൂല്യവും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നിഷേധിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ആണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനാൽ തന്നെ ഞങ്ങളുടെ സാരഥികൾ വിജയിച്ചു വരുമെന്നുള്ള ശതാബ്ദി വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.